ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കിന്ന് വചനത്തില് പുറപ്പാട് പുസ്തകത്തില് 17-ാം അധ്യായത്തിലെ 11-ാം തിരുവചനം വായിക്കാം. വചനത്തിൽ ഇങ്ങനെ പറയുന്നു: മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയിലുള്ള യാത്ര മധ്യേ ഇസ്രായേൽ ജനം റഫീദിമിൽ പാളയമടിച്ചു. അപ്പോൾ നാടോടികളായ അമേലിക്കരുടെ ഒരു സംഘം അവരെ ആക്രമിച്ചു. ആളുകളെ ഒരുക്കി അവരെ നേരിടാൻ ജോഷയ്ക്ക് നിർദ്ദേശം നൽകിയതിനു ശേഷം മോശ മലമുകളിലേക്ക് കയറി. അഹ്റോനും ഹൂറും മോശയെ അനുഗമിച്ചു. മലമുകളിൽ എത്തിയ മോശ കൈകൾ വിരിച്ച് ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. വചനത്തിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പുറപ്പാട് പുസ്തകത്തിലുള്ള വചനങ്ങളാണ് ഞാൻ പറഞ്ഞത്. പ്രാർത്ഥന ഫലവത്തായിരുന്നു. മോശയുടെ കൈകൾ പ്രാർത്ഥനയിൽ ഉയർന്നു നിന്നപ്പോൾ ഇസ്രായേൽക്കാർക്ക് വിജയം ലഭിച്ചു. പക്ഷേ അവശനായി കൈകൾ താഴ്ത്തിയപ്പോൾ ജയം ശത്രുക്കൾക്കായി. അതിനാൽ അഹ്റോനും ഹൂറും മോശയുടെ കൈകൾ ഉയർത്തിപ്പിടിച്ചു, യുദ്ധം പൂർണ്ണമായി ജയിക്കുന്നതുവരെ. താഴ്വരയിൽ പടവെട്ടിയ ജോഷയും യോദ്ധാക്കളുമാണ് യുദ്ധം ജയിച്ചത്. എന്നാൽ അവർക്ക് ശക്തി പകർന്നത് മലമുകളിൽ കൈവിരിച്ചു നിന്ന മോശയുടെ പ്രാർത്ഥനയാണ്. പ്രിയമുള്ളവരെ, ജീവിതമാകുന്ന യുദ്ധം ജയിക്കാൻ ശക്തമായ പ്രവർത്തനം മാത്രം പോരാ, തീവ്രമായ പ്രാർത്ഥനയും വേണമെന്ന് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ സത്യത്തിൻ്റെ ശാശ്വത സ്മാരകമാണ് അവിടെ മോശ പണിത ബലിപീഠവും സ്ഥലത്ത് നൽകിയ പേരും. കർത്താവ് എൻ്റെ വിജയ പതാക എന്ന അർത്ഥം വരുന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചുള്ളത്. യഹോവേ നിസി എന്ന ഈ പേരിൻ്റെ അർത്ഥം മോശ പണിത ബലിപീഠം പിന്നെ അപ്രത്യക്ഷമായി. ആ സ്ഥലം ഏതെന്നും ആർക്കും ഇപ്പോഴും അറിയില്ല. എന്നാൽ സംഭവ പേരും ഇന്നും നിലനിൽക്കുന്നു, പ്രാർത്ഥനയുടെ പ്രാധാന്യം വിളിച്ചറിയിച്ചുകൊണ്ട്. പ്രാർത്ഥനയ്ക്കായി സമയം ചെലവഴിക്കുന്നത് നഷ്ടവും ഇടിത്തവുമായി കരുതുന്നവരുണ്ട്. പ്രാർത്ഥനയ്ക്കായി ജീവിതം സമർപ്പിച്ചവർ പോലും ഈ മനോഭാവം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രവൃത്തി തന്നെ പ്രാർത്ഥന എന്ന മന്ത്രം ഉരുവിടുന്നവരുമുണ്ട്. സഹോദരിക്കെതിരെ പരാജയമായി വന്ന മാർത്തയും അങ്ങനെയാണ് കരുതിയത്. അതിലാ സുവിശേഷം വളരെ വ്യക്തമായിട്ട് വരച്ചു കാണിക്കുന്നുണ്ട്. എന്നാൽ പ്രാർത്ഥനയില്ലാത്ത പ്രവർത്തനം ആത്മാവില്ലാത്ത ശരീരം പോലെ നിർജീവം ഫലശൂന്യവുമാണെന്ന് യഹോവേ നിസി പഠിപ്പിക്കുന്നു. ആ സംഭവം നമ്മൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വചനത്തിൽ വ്യക്തമായിട്ട് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ രണ്ടും ആവശ്യമാണ്. ഉചിതമായ അനുപാതത്തിൽ രണ്ടിനെയും സമന്വയിപ്പിച്ചാണ് പോകുന്നതാണ് ജീവിതത്തിൻ്റെ വിജയം. പടവെട്ടുന്ന ജോഷയും കൈവരിച്ച് പ്രാർത്ഥിക്കുന്ന മോശയും ഒരുപോലെ ആവശ്യമാണ് യുദ്ധം ജയിക്കാൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജോഷയും വേണം, മോശയും വേണം. ഇത് രണ്ടും ഒരേപോലെ സമന്വയിപ്പിച്ച് മുന്നിൽ പോയാൽ മാത്രമെന്ന് ജീവിതമാവുന്ന വിജയം. ഈ ജീവിത വിജയം എന്നൊക്കെ പറയുന്നത് കുറേ കാശുണ്ടാക്കി, ബാങ്ക് ബാലൻസ് ഉണ്ടാക്കി, കുറേ വലിയൊരു വീട് ടെറസ് കെട്ടി, കുറേ മുറികൾ നീട്ടിയെടുത്ത് ബാത്റൂമിൻ്റെ എണ്ണം കൂട്ടുന്നതല്ലല്ലോ നമ്മളെ ജീവിത വിജയം എന്ന് പറയുന്നത്. അത് ജീവിത വിജയം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ വചനത്തിൽ നിന്ന് തന്നെ പഠിച്ച് നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് അപ്പോൾ ഈ ജീവിത വിജയം, ജോഷയും പടവെട്ടുന്ന ജോഷയും കൈവിരിച്ച് പ്രാർത്ഥിക്കുന്ന മോശയും ഒരേപോലെ ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രാർത്ഥനയും പ്രവർത്തനവും ഉചിതമായ രീതിയിൽ സമന്വയിപ്പിച്ച് മുന്നിൽ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ജീവിത വിജയം കരസ്ഥമാക്കാൻ സാധിക്കൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആത്മീയ അന്തസത്ത മനസ്സിലാക്കാൻ ശ്രമിക്കണം. അത് നമുക്ക് മനസ്സിലാക്കി ദൈവം തരട്ടെ. അല്ലെങ്കിൽ നമുക്ക് എത്ര പറഞ്ഞാലും നമുക്ക് അതിൻ്റെ അന്തസത്തയിലേക്ക് കടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കൃപ തന്നെ നമ്മളിലായിരിക്കണം. അതിനായിട്ട് നമ്മൾ പരിശ്രമിക്കുക, പ്രാർത്ഥനയിലൂടെ ആയിരിക്കുക. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ നിന്റെ വചനങ്ങൾ ശരിയായ രീതിയിൽ ഞങ്ങളിലേക്ക് കടന്നു വരുവാനും അത് ഞങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞുകൊണ്ട് ഞങ്ങൾ ശക്തമായ രീതിയിൽ പ്രാർത്ഥിക്കുന്നവരും പ്രവർത്തിക്കരുമായി മാറ്റിയെടുക്കാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.